ആദ്യം കുറേ മലക്കുകൾ വരും. മരിക്കാൻ നേരത്ത് നമ്മുടെ കൺമുമ്പിൽ നിറയെ മലക്കുകളായിരിക്കും. ആകെ ബേജാറായിട്ട് എന്താ ചെയ്യേണ്ടെന്നറിയില്ല. റബ്ബിർജിഊന്നൊക്കെ മനുഷ്യൻ അറിയണ സമയ കൂടെ നിൽക്കുന്ന മക്കളും ഭാര്യയും അത് കാണൂല. ഈ മരിക്കാൻ പോകണം തന്നെ കാണുള്ളൂ. അല്ലാഹു തആല ഈമാനോട് കൂടി മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ മലക്കുകളും നിറയെ വന്നിട്ട് അവിടേക്ക് മലക്കുൽ മൗത്തിന് വരിക. പിന്നെ റൂഹിനെ പിടിച്ചെടുക്കും. വന്നാസിആതി ഖർഖ വന്നാശിതാതി നഷ്താ, പല രൂപങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിടിച്ച ഉടനെ ആ മറ്റേ മലക്കുകളെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. അവരുടെ കയ്യിൽ നല്ല ആളാണെങ്കിൽ സ്വർഗത്തിലെ പുടവുണ്ട്, ചീത്ത ആളാണെങ്കിൽ നരകത്തിലെ മുണ്ടുണ്ട്. അതിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരതേറ്റു പോകുന്നത്. ഇതൊന്നും കേട്ടിട്ട് മനസ്സിലാകാത്ത മനുഷ്യരുണ്ടാവാം. അവർക്ക് ചിലത് കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരും. മരണമെന്നത് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ ലോകത്ത് നിന്ന് തീർന്നു പോവുക എന്നതല്ലാതെ അതാ മലക്കുൽ മൗത്തും മലായിക്കത്തുകളും വന്ന് റൂഹ് പിടിക്കുമ്പോ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് അട്ടഹാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് റൂഹ് ഉള്ളിലേക്ക് വലിഞ്ഞു അംഫുസക്കും എടുക്കട റൂഹ് പുറത്തേക്കെന്ന് പറഞ്ഞ് ആക്രോശിച്ച് അവന്റെ റൂഹിങ്ങനെ പുറത്തേക്കെടുക്കുന്ന ദയനീയമായ രംഗമുണ്ട് എന്ന് പറയുമ്പോ മനസ്സിലാകാത്ത മനുഷ്യരുണ്ട്. മുതുകിലും അവന്റെ മുഖത്തും മാഞ്ഞടിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ദുർമാർഗികളായി ജീവിച്ചവർ, അക്രമികളായി ജീവിച്ചവർ, നന്ദികെട്ടവരായി ജീവിച്ചവർ, സ്രഷ്ടാവായ റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയവർ, തന്റെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിയവർ, നാളെ വേദനിക്കുന്ന കഠോരമായ വേദന അനുഭവിച്ചുകൊണ്ട് ലോകത്തുനിന്ന് മരണപ്പെട്ടു പോകുമെന്ന് പറയുമ്പോ അതൊന്നും വിശ്വസിക്കാതെ തള്ളിപ്പറയുന്നവർക്ക് നാളെ ഒരുപക്ഷെ ആ വേദന അനുഭവിക്കുമ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അവർക്ക് ഇത് വിശ്വസിക്കാൻ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇൽമുൽ യഖീൻ. ഒക്കെ നിങ്ങൾ നിഷേധിച്ചു പോകുന്ന ആളുകളോട് വേണ്ട കേട്ടോ, കാണുക തന്നെ ചെയ്യും. നേരെ കണ്ണുകൊണ്ട് കൃത്യമായി കണ്ട് ഉറപ്പുവരുത്തുന്ന ഒരു സമയം വരാനുണ്ട്. ഇത് മാത്രമല്ല, മൂന്നാമത്തെ മേഖലയായി അല്ലാഹു പറഞ്ഞു ഹഖ്ഖുൽ യഖീൻ. ഒന്നേതാ ഇൽമുൽ യഖീൻ, രണ്ടേതാ ഐനുൽ യഖീൻ, മൂന്നേതാ ഹഖ്ഖുൽ യഖീൻ. മരണം കൊണ്ടും അവസാനിക്കാതെ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്ന് നിന്ന് സ്വർഗ നരകങ്ങളെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വല്ലാത്ത രംഗമുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കേട്ടിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ വിളിച്ചിട്ടും സത്യത്തിലേക്ക് വിളിച്ചിട്ടും അത് ചെവി കൊടുക്കാതെ മാറി നടക്കുന്ന മനുഷ്യർക്ക് ചിലപ്പോ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. അനുഭവിക്കേണ്ട ഘട്ടം, അവന്റെ തൊലി അനുഭവിക്കുന്ന ഘട്ടം, അവന്റെ ശരീരം അനുഭവിക്കുന്ന ഘട്ടം നേർക്ക് നേരെ വരേണ്ടി വരും. അതാണ് ഖുർആൻ പ്രയോഗിച്ചത്. ഇന്ന ഹദാ ലഹുവൽ ഹഖ് ലഹുവ ഹഖ്ഖുൽ യഖീൻ വഇന്നഹു ലഹഖ്ഖുൽ യഖീൻ. സൂറത്തുൽ ഹഖയിൽ പറഞ്ഞു, സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു, നേരത്തെ പറഞ്ഞു സൂറത്തുൽ തകാസുറിൽ പറഞ്ഞു. ഇതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗിച്ച ചില ശൈലികളാണ്. നമ്മുടെ മരണവാർത്ത അറിയുന്ന സമയം, ആ മരണത്തിന്റെ രംഗം, ഭയാനകമായ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ കല്ലാ ഇദാ ബലഅത്തിത് തറാഖിയ, ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്ന നിമിഷം നമ്മുടെ റൂഹിനെ പിടിക്കാൻ കറുകറുത്ത വിഗദ്ധമായ മാലാഖമാർ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ദിവസം ഒരു പേടിയുള്ള കാഴ്ച കണ്ടാൽ കണ്ണടച്ച സൗകര്യമാണ്, പിന്നെ അത് കാണൂല. പക്ഷെ ആ മരണാസന്നമായി നിൽക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചാലും കാഴ്ചകൾ മറയുന്നില്ല. എവിടേക്ക് തിരിഞ്ഞാലും ഭീമാകാരന്മാരായ മലക്കുകളുടെ ചിത്രം കണ്ണിൽ പതിയുന്ന നിമിഷം നമ്മുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് മലക്കുകൾ യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു മറയും. ഇപ്പൊ കണ്ണിന് കൃഷ്ണമണിയുണ്ട്, കണ്ണിന് വെള്ള നിറമായി തീരും. കണ്ണു മറയുന്നൊരു ദിവസം ജീവിതത്തിൽ വരാൻ നമ്മുടെ ചുറ്റും കൂടിയവരുടെ ബാധ്യതയാണ് ആ കണ്ണ് പതുക്കെ ഒന്നടക്കണം. ആ മരണത്തിന്റെ വെപ്രാളത്തിൽ മനുഷ്യന്റെ കണങ്കാലുകൾ കൂട്ടിയടിച്ച് രണ്ടു ഭാഗത്തേക്ക് തെന്നി നിൽക്കുന്നുണ്ടാകും. നമ്മുടെ ചുറ്റും കൂടിയവരുടെ ബാധ്യതയാണ് ആ കാലൊന്ന് പതുക്കെ ചേർത്ത് കെട്ടി ഒരു തുണി കൊണ്ട് കാല് കെട്ടിയിടണം. വലിയൊരുനാൾക്ക് പോത്തിനറുത്തപ്പോ അതിന്റെ തല നമ്മൾ കണ്ടിട്ടുണ്ട്, താടി തൂങ്ങി, നാവ് പുറത്തേക്ക് വന്ന് വികൃതമായ രൂപം. റൂഹിനെ പിടിച്ച് മലക്കുകൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഈ താട തൂങ്ങും, നാവ് പുറത്തേക്ക് വരും, വികൃതമായ രൂപവും. ബാപ്പി ഉമ്മയും കണ്ടാൽ പോലും ബേജാറാകും. മൂക്കൊന്ന് ചേർത്ത് വെച്ച്, താടിയൊന്ന് ചേർത്ത് കെട്ടി ഒരു തുണി കൊണ്ട് നമ്മുടെ മുഖം അവർ കെട്ടും.
ആ മരണത്തിന്റെ വെപ്രാളത്തിൽ വികൃതമായിട്ടുണ്ടായിരിക്കും നമ്മുടെ രൂപം. മലമൂത്ര വിസർജനം കിടന്ന ഭാഗത്ത് പോയിട്ടുണ്ടാകും. ഇതുവരെ നമ്മുടെ കൈകൊണ്ടാണ് നമ്മൾ മലമൂത്ര വിസർജനം വൃത്തിയാക്കിയത്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ കൈകൾ കൊണ്ട് നമ്മുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കും. അങ്ങനെ ഒരു ദിവസം ജീവിതത്തിൽ കടന്നു വരാൻ നമ്മെയും ചുമന്നുകൊണ്ട് അവർ യാത്ര തിരിക്കും. ചിലപ്പോ നമ്മൾ പറയും നല്ല മരണാട്ടോ, ചിരിച്ചാണ്ടാണ് പോയത്. മയ്യത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ വേഗത്തിൽ കൊണ്ടുപോയി. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു രംഗമുണ്ട്. ആ മയ്യത്ത് കട്ടിലിലേക്ക് മയ്യത്ത് കയറ്റി വെച്ചാൽ ആ മയ്യത്ത് പറയുന്നൊരു രംഗം, യാ വൈലഹ, എന്റെ നാശമേ, എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? ആ മനുഷ്യന്റെ അട്ടഹാസങ്ങളും ആ മനുഷ്യന്റെ ആർത്തനാദങ്ങളും ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും, മനുഷ്യരൊഴികെ. ആ മരിച്ച മനുഷ്യന്റെ കരച്ചിൽ മലക്ക് മനുഷ്യന്മാര് കേട്ടിരുന്നുവെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് താഴെ വീടുമായിരുന്നു. നമ്മുടെ ഖബറിലേക്ക് ഇറക്കി വെച്ചവർ യാത്ര തിരിക്കും. ആ ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, അവിടെ നമ്മൾ ഒറ്റക്കാണ്. അതിനുവേണ്ടി സഹോദരന്മാരെ, നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. എന്തൊക്കെയാണ് നാം ഇവിടെ ചെയ്തു കൂട്ടുന്നത്? എവിടേക്കാണ് നാം പോകുന്നത്? ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഓരോരോ ലക്ഷ്യങ്ങളിലേക്ക് നാം പോകുന്നു. എന്തിനു വേണ്ടി എന്നൊന്നും ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നില്ല. ചണ്ടിയെപ്പോലെ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണം പണം, അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ നെട്ടോട്ടം. കിട്ടിയ പൈസയിൽ നിന്ന് അല്പം പോലും നഷ്ടപ്പെടാതിരിക്കാൻ എന്തുമാത്രം ജാഗ്രതയാണ് നമുക്ക്. ചാനലുകളിലും മറ്റും കാണുന്ന പാട്ടും ഫാഷനും ഒക്കെയാണ് നമ്മുടെ ഇഷ്ടങ്ങൾ. ഇതാണോ ഈ ലോകത്ത് നമുക്ക് ചെയ്യാനുള്ളത്? ഇങ്ങനെയാണോ ജീവിതം മുന്നോട്ട് പോകേണ്ടത്? ടെൻഷനും സമ്മർദ്ദവും കൂടുന്നത് മദ്യം കുടിച്ചാൽ ഇല്ലാതാകുമെന്നാണ് ആളുകളുടെ ധാരണ. ചിലരാകട്ടെ എപ്പോഴും പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും സെക്സും റോക്കും ജീവിതത്തിന് ആനന്ദലഹരി നൽകുമെന്നാണ് പലരും വിചാരിക്കുന്നത്. ഇതാണോ ജീവിതം? ചില കാര്യങ്ങൾ നാം അറിയേണ്ടതുണ്ട്. അല്ല, നമ്മുടെ ആയുസ് അനന്തമായി നീട്ടിക്കിട്ടാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ? അറിയാമോ, നാം മരിക്കുമ്പോൾ പാടുപെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ വീടും സ്വത്തും മറ്റുള്ളവരല്ലേ സ്വന്തമാക്കി ആസ്വദിക്കുന്നത്? കുഴിമാടത്തിൽ അടക്കം ചെയ്യപ്പെടും മുമ്പ് ചില സംഗതികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മരണമെത്തിയാൽ ഇതുവരെ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങളും കുറ്റങ്ങളും തിരുത്തി നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന ആഗ്രഹം നടക്കില്ലെന്നറിഞ്ഞോളൂ. ഇത് ജീവിതത്തിലെ നിർണായക ചോദ്യമാണ്. ഇതിന് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്താണ് നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ എങ്ങനെയാണ് നാം എത്തിച്ചേർന്നത്? ഇത്ര പെർഫെക്റ്റായി നമ്മെ സൃഷ്ടിച്ചതാരാണ്? മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്ത് തന്നെ മറ്റൊരു ജീവിതം കൂടി സാധ്യമാകും? ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടിയില്ല. കാരണം ഇതിന്റെ ഉത്തരം അന്വേഷിച്ച് തല ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ വിചാരം. പ്രകൃതിയിൽ ഇങ്ങനെ ഓരോന്നും ഉണ്ടാകുന്നു, അതുപോലെ നമ്മളും. ഇതെല്ലാം സ്വാഭാവികമല്ലേ? ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, താങ്കൾ തനിയെ ഉണ്ടായതാണ്? അതല്ല യാതൊരുവിധ ന്യൂനതകളുമില്ലാതെ മറ്റെവിടെയും കാണാത്ത വിധം പരിപൂർണമായ ഘടനയിൽ നിങ്ങളെ സൃഷ്ടിച്ചതിനു പിന്നിൽ ഒരു അഭൗതിക ശക്തിയുണ്ടോ? അറിയാമോ, ഏറ്റവും ഉന്നതമായ നിർമ്മാണ കലയുടെ ജീവരൂപമാണ് താങ്കൾ. മനുഷ്യ സൃഷ്ടിപ്പിലുള്ള സവിശേഷമായ ബുദ്ധി വൈഭവം തന്നെ മതി അത് മനസ്സിലാക്കാൻ. നോക്കൂ, മനുഷ്യന്റെ കണ്ണിനകത്തുള്ള ടെക്നോളജിയോട് തുലനം ചെയ്യാൻ കഴിയുന്ന ക്യാമറ ഈ ലോകത്തില്ല. തലച്ചോറിനോളം പോകുന്ന ഒരു കമ്പ്യൂട്ടറും ഈ ഭൂമുഖത്തില്ല. ഇത്രയും തികവാർന്ന അവയവങ്ങളുണ്ടായിട്ടും ലോകത്തുള്ള മനുഷ്യർ ഒന്നിച്ചു പരിശ്രമിച്ചിട്ട് നിസ്സാരമായ ഈച്ചയെങ്കിലും സൃഷ്ടിക്കാനായോ? നാം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന എത്രയെത്ര സംഗതികളാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നിട്ട് അതെല്ലാം യാതൊരു കൂസലുമില്ലാതെ നിഷേധിച്ചു തള്ളുകയാണ് നാം. 0+0=1 എന്ന് നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടുകയില്ല. 0+0=0 എന്നേ ഉത്തരം ലഭിക്കൂ. 1 എന്ന ഉത്തരം ലഭിക്കില്ല.
അപ്പോ പിന്നെ പ്രപഞ്ചത്തിലെ ഈ ആസൂത്രണ മികവിന്റെ പ്രകടഭാവങ്ങൾ എവിടെ നിന്നു വന്നു? എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ഒരു ഉത്ഭവസ്ഥാനമുണ്ട്. അതിന്റെ എല്ലാം പിന്നിൽ ഒരു ശില്പിയുണ്ട്. ഇപ്പോൾ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പോലും ഒരാൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് കൊണ്ടാണല്ലോ താങ്കൾ കാണുന്നത്. ഈ ലോകത്തിന്റെ ഉത്ഭവം മഹാവിസ്ഫോടനത്തിലൂടെയായിരുന്നുവെന്ന് താങ്കൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഈ മഹാവിസ്ഫോടനത്തിന് പിന്നിലെ കാരണക്കാരനായ ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അള്ളാഹു, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ, എല്ലാ ജീവജാലങ്ങളുടെയും സ്രഷ്ടാവ്, ഏകൻ, എന്നെന്നും ജീവിക്കുന്നവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ, അജയ്യൻ. താൻ സൃഷ്ടിച്ച ഏതെങ്കിലും വസ്തുക്കളെ പോലെയോ ജീവികളെ പോലെയോ അല്ല അവൻ. അവന്റെ രൂപത്തെയോ ഭാവത്തെയോ നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അല്ല, അവൻ ഒരു മനുഷ്യനെ പോലെയുമല്ല, അവനൊരു പങ്കാളിയുമില്ല. അവൻ ഏകനാണ്. അവൻ നമ്മെ ഇങ്ങോട്ട് കയറൂരി വിട്ടിരിക്കുകയല്ല. ഏതൊരു നിർമ്മാതാവിനെയും പോലെ അവനും തന്നെക്കുറിച്ച് പഠിക്കാൻ ഒരു പാഠപുസ്തകം, അതായത് ഒരു യൂസർ മാനുവൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാമാണത്, ഖുർആനും സുന്നത്തുമാണത്. അത് ആഹ്വാനം ചെയ്യുന്ന സന്ദേശം ഇതാണ്: ദൈവം ഏകനാണ്, അവൻ അള്ളാഹു ആകുന്നു ഏകൻ. അവന് ആരുടെയും ആശ്രയം വേണ്ട. പ്രപഞ്ചത്തിലെല്ലാം അവനെ ആശ്രയിക്കുന്നു. അവന് മക്കളൊന്നുമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. ഒട്ടും തന്നെ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു ഗ്രന്ഥം, ശാസ്ത്രത്തിലും ചരിത്രത്തിലുമുള്ള വിസ്മയങ്ങളെ നമുക്കറിയിച്ചു തന്ന ഗ്രന്ഥം. ഓർക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ നമുക്ക് വെളിപ്പെടുത്തിയതാണ്. മനുഷ്യഭ്രൂണത്തെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകിയിട്ടുണ്ടതിൽ. ആ വിവരങ്ങളൊന്നും അന്നത്തെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു. The descriptions of the human embryo in the Quran cannot be based on scientific knowledge in the 7th century. ഭൂമിയിൽ പർവ്വതങ്ങൾ ആണികൾ പോലെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. 2 സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തതും അവൻ തന്നെയാകുന്നു. ഒന്ന് രുചികരമായ തെളിനീർ, മറ്റേത് ചവർപ്പാർന്ന ഉപ്പുനീരും. രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്. അവ കൂടിക്കലരുന്നത് വിലക്കുന്ന ഒരു തടസ്സം. രാപ്പകലുകൾ ഉണ്ടാക്കിയതും സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചതും അള്ളാഹു മാത്രമാകുന്നു. ഒക്കെയും ഓരോ ഭ്രമണപഥങ്ങളിൽ നീന്തിക്കൊണ്ടിരിക്കുകയാകുന്നു. ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു. നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം അതിദ്രുതം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോഴിതാ ശാസ്ത്രജ്ഞർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു. അവയിൽ ഉദരത്തിന്മേൽ ഇഴയുന്നവയുണ്ട്, ഇരുകാലിൽ നടക്കുന്നവയുണ്ട്, 4 കാലിൽ ചരിക്കുന്നവയുമുണ്ട്. അള്ളാഹു അവനിച്ഛിക്കുന്നത് സൃഷ്ടിക്കുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. ഫറോവയുടെ ജഡം എല്ലാ കാലത്തേക്കുമുള്ളവർക്ക് ദൃഷ്ടാന്തമായി ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. ഇന്നും നിന്റെ ജഡം മാത്രം നാം രക്ഷപ്പെടുത്തും, പിൻതലമുറകൾക്ക് ഒരു ദൃഷ്ടാന്തമാകേണ്ടതിന്. റോമക്കാർ അടുത്ത ഭൂപ്രദേശത്ത് പരാജിതരായിരിക്കുന്നു. റോമക്കാർ പരാജിതരായ സ്ഥലം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. റോമയേക്കാൾ താഴ്ന്ന പ്രദേശമായ ചാവുകടലിന്റെ ഭാഗത്തായിരുന്നു അവർ പരാജയപ്പെട്ട യുദ്ധം നടന്നത്. തെറിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് അവന്റെ നട്ടെല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടതുപോലെ തന്നെയാണ് ഈ വാക്കുകൾ ഇപ്പോഴും. ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾ പറയൂ, ഇതെല്ലാം പ്രവാചകൻ മുഹമ്മദ് എങ്ങനെ അറിഞ്ഞു? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം എങ്ങനെയാണ് ആ മനുഷ്യൻ അറിഞ്ഞത്? എഴുത്തും വായനയും അറിയാത്ത മനുഷ്യനായിരുന്നല്ലോ മുഹമ്മദ്. എന്നാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ദൈവത്തിങ്കിൽ നിന്നുള്ള മാലാഖ സത്യസന്ദേശവും കൊണ്ട് ചെന്നിരുന്നു. ഇതൊക്കെ പക്ഷേ അധികം ആളുകളും തള്ളിക്കളയുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്കിൽ അതിനേക്കാൾ നല്ലൊരു വെളിപാട് പകരം കൊണ്ടുവരാമോ? പക്ഷെ അത് താങ്കൾക്കൊരിക്കലും കഴിയില്ല. നിങ്ങൾ അള്ളാഹുവിനെ അവന്റെ ദൂതനെയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാണോ? മുഹമ്മദിന് എഴുത്തും വായനയും അറിയില്ലല്ലോ, പിന്നെങ്ങനെയാണ് ആ മനുഷ്യന് ഒരു ദീൻ തന്നെ സ്ഥാപിക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. മുൻകാല വേദഗ്രന്ഥങ്ങളെയും ദിവ്യ വെളിപാടുകളെയും നിങ്ങൾ അവഗണിക്കുന്നു. പിന്നെ ഈ ലോകത്ത് നാം നമ്മുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുക, നമ്മുടെ വികാരങ്ങൾ പൂർത്തീകരിക്കുക, ഇത് തന്നെ ജീവിതം. ഇവിടെ തന്നെ ജീവിച്ച് ഇവിടെ തന്നെ മരിക്കും. കുഴിമാടത്തിൽ എല്ലൊക്കെ നുരുമ്പി ദ്രവിച്ച് മണ്ണായ ശേഷം രണ്ടാമതും ജീവിക്കുമെന്നോ? എന്തൊക്കെ വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? കാണുന്ന ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. എന്നാൽ താങ്കൾ ഓർക്കണം, കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങുന്ന ചെടികൾ തൊട്ടടുത്ത മഴയോടെ രണ്ടാമതും ജന്മം കൊള്ളുന്നില്ലേ? അള്ളാഹു ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അവൻ നമ്മോടും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. മരിച്ചു മണ്ണായ ശേഷം വീണ്ടും നമ്മിൽ ആത്മാവിനെ സന്നിവേശിപ്പിക്കും. നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് എങ്ങനെ? നിർജീവരായിരുന്ന നിങ്ങൾക്കവൻ ജീവൻ തന്നു. പിന്നീട് അവൻ തന്നെ നിങ്ങളെ മരിപ്പിക്കുകയും പിന്നെയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. അനന്തരം അവങ്കലേക്കു തന്നെ നിങ്ങൾ തിരിച്ചയക്കപ്പെടുന്നതുമാവുന്നു. നാം ആകട്ടെ അവന്റെ വിരൽക്കൊടികൾ വരെ കൃത്യമായി നിർമ്മിക്കാൻ കഴിവുള്ളവനല്ലോ. നമ്മെ തൊട്ടടുത്തിരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. തീർച്ചയായും നാം പരീക്ഷിക്കപ്പെടും. അല്ല, നാം പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുകയല്ലേ. നമ്മുടെ ധനവും ആരോഗ്യവും ശരീരവും എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നാം പിന്നീട് പുനർജീവിപ്പിക്കപ്പെടുമെന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നാം ഈ ലോകത്ത് ചെയ്തു കൂട്ടിയ എല്ലാ പ്രവൃത്തികളും ഒന്നൊന്നായി അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയമാകും. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ കർമ്മപുസ്തകങ്ങൾ വായിക്കാൻ നമ്മോട് പറയും. നീ വായിക്കൂ, വായിച്ചോളൂ എന്നിങ്ങനെ കൽപ്പനയുണ്ടാകും. ചെറുതും വലുതുമായ
നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാകും. പുനരുത്ഥാന നാളിൽ നാം അവനു വേണ്ടി ഒരു രേഖ പുറപ്പെടുവിക്കും. അത് ഒരു തുറന്ന പുസ്തകം പോലെ അവൻ കാണും. വായിക്കൂ നിന്റെ ഈ കർമ്മരേഖ. ഇന്നും നിന്റെ കണക്ക് നോക്കുന്നതിന് നീ തന്നെ മതി. നമ്മളൊന്നും രണ്ടാമത് പുനർജീവിപ്പിക്കപ്പെടില്ലെന്നേ എന്ന് പറഞ്ഞവർ ഇന്ന് തന്നോട് സംസാരിക്കേണ്ടെന്ന് അല്ലാഹു പറയും. എന്നെ അറിയാനും പഠിക്കാനുമായി ഒരായുഷ്കാലം മുഴുവൻ നിനക്ക് ഞാൻ തന്നതല്ലേ? പക്ഷേ അന്ന് നീ വ്യർത്ഥമായ നശ്വരമായ കാര്യങ്ങൾക്ക് പിന്നാലെ കൂടി അവസരം തുലച്ചു കളഞ്ഞതല്ലേ? അതുകൊണ്ട് നീ ചെയ്തത് നീ തന്നെ അങ്ങ് വായിച്ചോ. അന്നാളിൽ സത്യം അംഗീകരിച്ച് ജീവിച്ചവരെ അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കും. എന്നാൽ നീ വിശ്വസിച്ചില്ലെങ്കിൽ നീ നിന്റെ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് വായിച്ചോളൂ. അതുകൊണ്ട് ആ നാളിനെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള അവസരമായി തെറ്റിദ്ധരിക്കരുതേ. താങ്കൾ വായിക്കൂ താങ്കളുടെ കർമ്മപുസ്തകം. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون وما الحياة الدنيا إلا لعب ولهو وللدار الآخرة خير للذين يتقون أفلا تعقلون